ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസിൻ്റെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നുള്ളൊരു ടിപ്സുകളാണ് കൂടുതൽ തരുന്നത്. എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റാവുന്ന ഐഡിയാസ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ബ്ലൗസ് പാറ്റേൺ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോഡിയിൽ നിന്ന് അളവെടുത്ത മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് കുറച്ച് ഭാഗം അളവെടുക്കുന്ന രീതി നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കണ്ടു നോക്കൂ, അത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് ബാക്കിലത്തെ ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 5.25 ഈ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇനി അടുത്ത മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഷോൾഡറാണ്. സൈഡ് ഷോൾഡർ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു അളവിനെയാണ് സൈഡ് ഷോൾഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് 2 സൈഡിലോട്ട് 1/4 ഇഞ്ച് ഒരു പോയിന്റ് വെച്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ നമുക്ക് 3/4 ഇഞ്ച് വരും. അപ്പോൾ 2 + 3/4 2.25 ഇഞ്ചാണ് സൈഡ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്താണ്. ബ്ലൗസിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 14 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത്. അത് ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ എടുക്കേണ്ടത്, ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ട തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ്, താഴെയും 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ്, അങ്ങനെ 3/4 ഇഞ്ചാണ് അതിനോട് കൂടി ആഡ് ചെയ്യേണ്ടത്. 14ൻ്റെ കൂടെ നമ്മളൊരു 3/4 ഇഞ്ച് ആഡ് ചെയ്യാം ലെങ്ത്തായിട്ട്. ഓക്കെ. അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കിൻ്റെ നെക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത് 8.25 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്, നെക്ക് എടുത്തിരിക്കുന്നത്. കഴുത്തിറക്കം എടുത്തിരിക്കുന്നത് 8.25 ഇഞ്ചാണ്. ആ 8.25 വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അതിൽ കൂടെ കഴുത്ത് അടയാളപ്പെടുത്തി. അതായത് നമ്മൾക്ക് ഇവിടെ വൈഡ് എത്രയാണ് വരുന്നത് അതിനേക്കാട്ടിലൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഒരു പോയിന്റ് കുറച്ച് ശേഷമാണ് ഇവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് നെക്ക് വരച്ചെടുക്കാൻ കുറേ കൂടി ഭംഗിയായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്ലോപ്പ് കൊടുക്കുന്ന കാര്യം, സ്ലോപ്പ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5.25 ഉണ്ട് നമ്മുടെ ഹാഫ് ഷോൾഡർ, അതിൽ 2 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എടുക്കുമ്പോൾ നമുക്ക് ബോഡിയുടെ അതായത് സ്ലീവിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് സ്ലോപ്പ് ഭാഗം കഴിഞ്ഞു. അത് നമുക്ക് ഇതിനകത്ത് വീതി കൂടുകയാണെങ്കിൽ 3, 3.5, 3.25 വീതി കൂടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലോപ്പ് ഇടണം. കാരണം ഈ ഭാഗം നമുക്ക് ഭയങ്കര കുറച്ച് പൊക്കത്തിലുള്ള ഭാഗമായതുകൊണ്ട് ഇവിടുന്ന് സ്ലോപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ഈ സൈഡ് ഭാഗത്ത് സ്ലീവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് സ്ലോപ്പ് ഇടേണ്ട ആവശ്യമില്ല. വൈഡ് കുറവാണ് എടുത്തിരിക്കുന്നത്, സൈഡ് ഷോൾഡർ എടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഈ ഭാഗത്തെ സൈഡ് ഷോൾഡർ കുറവായത് കൊണ്ടാണ് നമ്മൾ സ്ലോപ്പ് ഇടാത്തത് കേട്ടോ. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കി നോക്കൂ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പിൽ നിന്ന് ഈ ഒരു ഭാഗം മനസ്സിലായി വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുത്ത് വെച്ചിരിക്കുന്നത് ആം ഹോളിൻ്റെ കർവ് റൗണ്ട് എടുത്തിരിക്കുന്നത് 15.25 നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എടുത്ത് വെച്ചിരിക്കുന്നത് 13.5 എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെങ്കിൽ അത് 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് ഓപ്പണിങ് വരുന്നത് 12 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ഓക്കെ. അതിനുശേഷം ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടതുണ്ട്, അത് 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കേണ്ടുന്ന അളവെന്ന് പറഞ്ഞാൽ ഷോൾഡർ തൊട്ട് ബെസ്റ്റ് പോയിന്റ് വരെയുള്ള അളവാണ് എടുക്കേണ്ടത്. അത് ഷോൾഡറിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്രയാണ് സൈഡ് ഷോൾഡർ എടുക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്ന് വേണം എടുക്കാനായിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ വൈഡ് കൂടും തോറും, അതായത് 2 ഇഞ്ച് എന്നുള്ളത് 2.5, 3, 3.5 അവിടേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നീങ്ങിയിട്ട് വേണം നമ്മൾ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ അളവ് കുറയുകയാണെങ്കിൽ ആ കുറയുന്ന അളവിന് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എടുക്കാനുള്ള അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള അളവാണ്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് വരെ ഫ്രണ്ടിലോട്ടാണ് നമുക്ക് അളവ് വേണ്ടത്, ബെസ്റ്റ് പോയിന്റിൻ്റെ അളവ് വേണ്ടത്. അത് നമ്മൾ 9.5 കിട്ടിയിരിക്കുന്നത്. പിന്നെ നിപ്പിൾ ടു നിപ്പിളിൻ്റെ ആ ഒരു വൈഡ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് നമുക്ക് വന്നിട്ട് 33.5 വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 3.3 3.3 3.4 എടുക്കാം. അപ്പോൾ 3.4 എടുക്കുമ്പോൾ 3.5 ഇഞ്ച് വരും.
അപ്പോൾ 3.5 ഇഞ്ചാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് 3.3 ആയിട്ട് വരുമ്പോൾ. നമ്മൾ ടേപ്പിൽ വരുമ്പോൾ 3.3 പോയിന്റ് കഴിഞ്ഞ് ഒരു പോയിന്റ് കൂടി വന്നു കഴിഞ്ഞാൽ 3.5 ഇഞ്ച്. അപ്പോൾ 3.5 ഇഞ്ചാണ് നമുക്ക് വൺ സൈഡിലോട്ടുള്ള അകലം, ബസ്റ്റിൻ്റെ അവിടെ വരെയുള്ള അകലം, ഫ്രണ്ട് ടക്ക് തൊട്ട് ബസ്റ്റ് വരെയുള്ള അകലമാണത് കേട്ടോ. ആ ഒരു പോയിന്റും എടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഈ തിയറി പ്രകാരമാണ് നമ്മൾ എടുത്തത്. പിന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഷോൾഡർ മുതൽ താഴെ ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പോൾ അവിടെ വരെയുള്ള ബെൽറ്റ് വരെയുള്ള അളവും കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് തൊട്ട് മെയിൻ ടെക്കിൻ്റെ ലെങ്ത്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു അളവും കൂടി വരെയാണ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് 12 ഇഞ്ചാണ് നമുക്ക് വന്നിട്ട്. അപ്പോൾ ഇത്ര അളവുകളാണ് നമ്മൾ ടോട്ടലി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നതിൽ നമ്മൾ ബാക്ക് പാർട്ടാണ് അളവ് എടുത്തിരിക്കുന്നത്, അളവെടുത്ത് പാറ്റേൺ എടുത്ത് വരച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലെ ലെങ്ത്ത്, അത് നമുക്ക് 14 വന്നിട്ടുണ്ടായിരുന്നത്. 14ൻ്റെ കൂടെ നമ്മൾ 2 സൈഡിലോട്ടും തയ്യൽ തൂപ്പ് ഇടുമ്പോൾ 4 ഇഞ്ച് ഒരു പോയിന്റ് മുകളിലും 4 ഇഞ്ച് ഒരു പോയിന്റ് താഴെ, അപ്പോൾ 3/4 ഇഞ്ച് 14.75. അപ്പോൾ ഇത് താഴത്തേക്ക് 14.75 എടുത്തു. അതിന് ശേഷം ഇവിടെ ഈ ഹൈറ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വര വരയ്ക്കേണ്ടത് ഹാഫ് ഷോൾഡറിൻ്റെ വര വരയ്ക്കുക അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഈ ലെങ്ത്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തുക, ഹാഫ് ഷോൾഡർ അത് ഇത്രയും 5.25 5.25 വരച്ചു. അതിന് ശേഷം നമ്മൾ സൈഡ് ഷോൾഡർ എടുത്തു. സൈഡ് ഷോൾഡർ ഈ ഒരു സൈഡിൽ നിന്ന് വേണം എടുക്കാനായിട്ട്, ഈ അറ്റത്ത് നിന്ന് എടുക്കുമ്പോൾ 2 നമ്മുടെ സൈഡ് ഷോൾഡർ. 2ൻ്റെ കൂടെ 3/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി, അപ്പോൾ 2.25 വന്നു. ഓക്കെ, ഇത് നമുക്ക് വന്നിട്ടുള്ളത് 14 + 3/4 വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന് ശേഷം ബാക്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് 8.25 വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് 8.25 അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. എന്തുകൊണ്ട് 8.25 അങ്ങനെ തന്നെ എടുത്തതെന്ന് ഞാൻ പറയാം. വലിയ ഒരു പോയിന്റിൻ്റെ വ്യത്യാസം തന്നെ കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതേ തന്നെ അളവ് തന്നെ എടുത്തത്. നമുക്ക് ബാക്കിൻ്റെ ലെങ്ത്ത് ബോഡി ഇത് എടുത്തപ്പോൾ 8 വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 8 ഇഞ്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് മുകൾ ഭാഗത്ത് ഷോൾഡർ പിടുത്തം വരും. 8.25 വന്നിട്ടുള്ളത്. നമ്മുടെ ഷോൾഡർ മുകളിൽ പിടുത്തം വരുമ്പോൾ 4 ഇഞ്ച് ഒരു പോയിന്റാണ് നമുക്ക് പിടുത്തം വരിക. ആ പിടുത്തം വരുമ്പോൾ അത് ഷോൾഡർ തയ്ക്കാനായിട്ട്, അപ്പോൾ നമുക്ക് 7.25 1 ഇഞ്ചാണ് ഒരു പോയിന്റാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പിന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ അതിനോട് താഴത്തെ ഭാഗം നമുക്ക് അടുത്ത് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറയ്ക്കുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ഒരു പോയിന്റ് അതേപോലെ കയറുകയും ചെയ്യും, ഇറങ്ങും. അപ്പോൾ അതായത് താഴത്തേക്ക് തയ്ച്ച് പോകുമ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ പോയി അതേ അളവ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് ബോഡിയിൽ നിന്ന് അളവെടുത്ത് അത് തന്നെ എടുത്താൽ മതി. അതുകൊണ്ട് നമുക്കിവിടെ എടുത്ത് കിട്ടിയ അതേ അളവ് തന്നെ അവിടെ ചെയ്തിരുന്നത്, വേറെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം തയ്ക്കുന്ന ഡ്രസ്സിൽ നിന്നാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാറ് കൂടുതലും. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, കണ്ടിന്യൂഷൻ കാണുന്ന ആളുകൾക്ക് അറിയാം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് എടുത്ത് അതിൻ്റെ കൂടി 3/4 ഇഞ്ച് ആഡ് ചെയ്യുക ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് 4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പുകൊണ്ട്, ഇവിടെയും 4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ അളവാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. നെക്കിൻ്റെ ഇറക്കായിട്ടാണ് നിങ്ങൾ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്ത പോലെ കൃത്യം അതേ അളവിന് എടുത്താൽ മതി. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. മുകളിൽ പിടുത്തം വരുമ്പോൾ 4 ഇഞ്ച് ഒരു പോയിന്റ് കുറയും. അതേസമയം താഴെ തയ്ച്ച് മറയ്ക്കുമ്പോൾ കൂടുകയും ചെയ്യുക. അപ്പോൾ അത് ഈക്വലൈസ് ചെയ്ത് പോയി. അതുകൊണ്ടാണ് അതേ അളവ് എടുത്തത് കേട്ടോ. ഇനി പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുമ്പോൾ ആംഹോളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന രീതിയാണ് കേട്ടോ. അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ ആംഹോൾ കർവ് റൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു കർവ് എടുക്കേണ്ടത്, ഈ ഒരു ലെങ്ത്ത് എടുക്കേണ്ടത്. ആദ്യം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 5.25 നമ്മൾ ഇവിടുന്ന് ഷോൾഡർ എടുത്തല്ലോ, അതേ അളവിൽ തന്നെ നമ്മൾ ഈ ഒരു അളവും എടുത്തു. പറഞ്ഞുതരാം. അതിൽ ജസ്റ്റ് അതേ അളവ് തന്നെ വെച്ചിട്ട്, ഇപ്പോൾ 5.25 ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതേ അളവ് തന്നെ എടുത്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരച്ചു. ആ വരച്ച സ്ക്വയറിലോട്ട് എന്ത് വരണം, ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ 4 ഭാഗം ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 33.5 അപ്പോൾ 33.5 നമുക്ക് കറക്റ്റ് കിട്ടിയ ബോഡി ഫിറ്റ് മെഷർമെൻറ്റ് കേട്ടോ. ഈ 33.5യുടെ 4 ഒരു ഭാഗം എത്രയാണോ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അത് എത്രയാണെന്ന് ഇങ്ങനെ ടേപ്പ് വെച്ച് പിടിക്കാം. ടേപ്പ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ബാക്കിൽ ഒന്നും കൂടി ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് 33.5യുടെ പകുതി 4 ഭാഗം എന്ന് പറയുന്നത് 8.25 ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടം തൊട്ട് ഈ ഒരു അളവ് ഇവിടം തൊട്ട് ഇവിടം വരെ 8.25 ഒരു പോയിന്റ് എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവിൻ്റെ കൂടെ എക്സ്ട്രാ ലൂസായിട്ട് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ 8.25 ഒരു പോയിന്റ് വന്നു. ഇനി 1/2 ഇഞ്ച് ആഡ് ചെയ്യണം ലൂസ് കേട്ടോ. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവിൻ്റെ കൂടി ആയതുകൊണ്ട് 1/2 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യണത്.
അരയിഞ്ച് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 8.25 ഒരു പോയിൻ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ടിൽ കൈക്കുഴി ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടുന്നതിൻ്റെ ഒരു ടക്ക് ഇടും. അപ്പോൾ ആ ഒരു അരയിഞ്ചോടെ ടക്കിൻ്റെ അളവ് പോവും. ആ അളവ് നമ്മൾ ബാക്കിലോട്ടാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലെപ്പോഴും ഒതുങ്ങിയ ഭാഗമായതുകൊണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ആ ഒരു അരയിഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വീണ്ടും എഗെയിൻ ഒരു അരയിഞ്ച് എടുക്കുമ്പോൾ ആ ഒരു നമുക്ക് കിട്ടുന്നത് ഈ ഒരു അളവാണ് കിട്ടുന്നത്. ഈ ഒരു അളവാണ് നമ്മൾ ഇവിടം തൊട്ട് ഈ ഇവിടം വരെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുത്ത 5.25 ഇഞ്ച് അളവിലേക്ക് നമ്മൾ സ്ക്വയർ വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ചെസ്റ്റിൻ്റെ അളവ് 4 ഭാഗം ബോഡിയിൽ നിന്ന് കിട്ടിയത് അളവ് എത്രയാണോ അതിൻ്റെ 4 ഭാഗം പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ് തയ്ക്കണമെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ കുഴിച്ച് വെട്ടുമ്പോൾ ടക്ക് ഇടുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഇതിലേക്ക് ഒരു ടക്ക് വരുന്നുണ്ട്. ആംഹോളിൻ്റെ ഭാഗത്ത് ടക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ടക്ക് ഇട്ടുള്ള ബ്ലൗസാണ് തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു പോയിന്റ് വരച്ചു. ആ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടു. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് വേണം, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ 4 ഭാഗം പ്ലസ് 1/2 ഇഞ്ച് വീണ്ടും എഗെയിൻ ഒരു 1/2 ഇഞ്ച് ആ ഒരു അളവാണ് നമ്മളിവിടെ വരച്ചത്. പ്ലസ് അതിൻ്റെ കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ ഒരു ലൈനിലാണ് നമ്മളിത് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റ് വരയിലേക്ക് എന്നിട്ട് ഇതിനോട്ട് ഇതുവരെ സെൻറ്റർ അടയാളപ്പെടുത്താം. ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ 5.25 സെൻറ്റർ എത്രയാണ് അടയാളപ്പെടുത്തി ഇവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മൾ ആംഹോൾ കർവ് വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സെൻറ്ററിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഇവിടെ വരച്ചു. ഇങ്ങനെയാണ് നമ്മളിത് വരച്ചെടുത്തത്. ഈ ആംഹോൾ കർവ് വരച്ചെടുത്ത് ഇതിന് ശേഷം ഫ്രഞ്ച് കർവ് മാറ്റി. എന്നിട്ട് വേണ്ട നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പർട്ടിക്കുലർ ബോഡിക്ക് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത ശേഷം വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ല എങ്കിൽ നമുക്ക് ആ അളവ് കറക്റ്റ് അല്ല, നമുക്ക് ആ പോയിന്റിലേക്ക് എത്തിയില്ല എങ്കിൽ നമ്മൾ അളവ് കുറവാണ് വേണ്ടതെങ്കിൽ മുകളിലോട്ട് ഒരു 1/4 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് ഇവിടേക്ക് വരയ്ക്കാം. 1/4 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് നേരെ വരച്ചിട്ട് വീണ്ടും ഇതേപോലെ ആംഹോൾ കർവ് വെച്ചിട്ട് ഈ ഒരു കർവ് വെച്ചിട്ട് ഇത് വരച്ചെടുക്കുക. എന്നിട്ട് അതേ വേണ്ടുന്ന ആംഹോൾ കർവ് റൗണ്ട് കറക്റ്റ് ഈക്വൽ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. വീണ്ടും മെഗിൻ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അല്ല കുറവാണെങ്കിൽ മുകളിലിട്ട് കയറ്റണം. ഇനി വേണ്ടത് കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് താഴത്തോട്ട് ഇറക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആ കർവ് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഇതിൽ കിട്ടിയത് 15.25 നമുക്ക് കിട്ടിയുള്ളത്. 15.25 കറക്റ്റ് പകുതി എത്രയാണെന്ന് നമ്മൾ ടേപ്പിൽ നോക്കും. 15.25 കറക്റ്റ് പകുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് പ്ലസ് 1/2 ഇഞ്ച് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, 1/2 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ ആ അളവും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞത് 15.25 നമുക്ക് കിട്ടിയ ആംഹോൾ കർവ് റൗണ്ട് വന്നത്. അപ്പം നമുക്ക് അതിൻ്റെ പകുതി വരുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ഒരു സൈഡിലോട്ട് ഇത് സ്ലീവിൻ്റെ 1 സൈഡാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് വരുമ്പോൾ 7.25 ഒരു പോയിൻ്റ് വരും. അതിൻ്റെ കൂടെ നമ്മൾക്ക് വേണ്ടുന്നത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ 8.25 ഒരു പോയിൻ്റ് നമുക്ക് വരും. നമുക്ക് 15.25 പകുതി വന്നപ്പോൾ ഇതാ 7.25 ഒരു പോയിന്റ്. ഈ 7.25 ഒരു പോയിന്റിൻ്റെ കൂടെ നമുക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. ലൈനിങ് ഇല്ല എങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യുക. ലൈനിങ് ഉള്ള ബ്ലൗസാണ് തയ്ക്കണമെങ്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്ന അളവ് 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 8.25 ഒരു പോയിൻ്റ് വരുന്നത്. ഈ 8.25 ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു അളവ് എടുക്കാൻ പറ്റുള്ളൂ. ഈ 8.25 ഒരു പോയിന്റ് കിട്ടിയില്ല എങ്കിൽ ഒരു 1/4 ഇഞ്ച് മുകളിലോട്ട് കയറ്റി. 8.25 ഒരു പോയിന്റിനേക്കാളും കൂടുതലാണ്, ഇതിനേക്കാളും കുറവ്. ഈ 8.25 തന്നെ വരുന്നില്ല എന്ന് വെച്ചാൽ മുകളിലേക്ക് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ താഴ്ത്തിക്ക് അളവ് കുറവാണ്, കൂട്ടണമെങ്കിൽ താഴ്ത്തിക്ക് ഇറക്കുക, കുറയ്ക്കണമെങ്കിൽ മുകളിലേക്ക് കയറ്റുക. എത്ര മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ മാത്രമൊക്കെയാവും ചെറുതായിട്ട് വ്യത്യാസം വരാം. ഭൂരിപക്ഷം നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു അളവിൽ തന്നെ നമുക്കത് വരയ്ക്കാനായിട്ട് എളുപ്പത്തിൽ വന്നു തുടങ്ങും. ഇപ്പം നമ്മൾ ഇനി 8.25 ഒരു പോയിന്റ് കിട്ടണമെന്ന് ചെക്ക് ചെയ്യണം. അത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യണത്. ഈ ഒരു സൈഡിലോട്ട് ഇത് ഒപ്പം വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് കുറച്ചീശ അളവിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ അളവ് ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ കറക്റ്റ് നമുക്ക് കിട്ടിയത് 8.25 ഒരു പോയിന്റ് കണ്ടില്ലേ. കറക്റ്റ് നമുക്ക് 8.25 ഒരു പോയിന്റ് തന്നെ കിട്ടി. അപ്പോൾ ആംഹോൾ കർവ് റൗണ്ട് നമുക്ക് എത്ര കിട്ടി, നമ്മൾ ഉദ്ദേശിച്ച അതേ അളവ് വരെ കിട്ടി. അപ്പോൾ അത് അളവ് കറക്റ്റ് ആയതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തു, ആ അളവിൽ വെച്ച് കട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭാഗം വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എത്രയാണോ കണ്ടുപിടിച്ചിട്ടുള്ളത് വേസ്റ്റ് മെഷർമെൻറ്റ് 28 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബോഡിയിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ 4 ഭാഗം. അപ്പോൾ 7 ഇതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ
നമ്മളിവിടെ വരച്ചു. അതിന് ശേഷം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് ലൈനിങ് ഇല്ലാത്ത ചുരിദാർ ബ്ലൗസ് തയ്ക്കാനായതുകൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. ലൈനിങ് ഇല്ലാത്ത മെറ്റീരിയൽ ആകുമ്പോൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് ബോഡിയിൽ നിന്ന് എടുത്ത അളവിനോട് കൂടി പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു അളവ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി. 28ൻ്റെ നല്ലൊരു ഭാഗം 7 4 28. അപ്പോൾ 7 നമുക്ക് നല്ലൊരു ഭാഗം വരുന്നത്. 1/2 ഇഞ്ച് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് ലൂസ് കൊടുത്തു ടോട്ടൽ. അപ്പോൾ 4 സൈഡിലേക്ക് ഇതിപ്പോൾ 4 ഇത് ബാക്ക് പാർട്ട് 2ആയിട്ട് ഫ്രണ്ട് പാർട്ട് 2ആയിട്ട്. അപ്പോൾ മൊത്തം വരുമ്പോൾ 4 7 4 28. ഓക്കെ, മനസ്സിലായി വിശ്വസിക്കുന്നു. അത് പിന്നെ 1/2 ഇഞ്ചാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം 1.25 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ്. ഇവിടെ 1.25 ഇഞ്ച് കൊടുക്കുക വെച്ചാൽ അവിടെ 1.25 ഇഞ്ച് കൊടുക്കുക. ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കണമെങ്കിൽ ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കുക കേട്ടോ. എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് തന്നെ അവിടെയും കൊടുക്കുക. പിന്നെ ഇവിടെ സെൻറ്ററിൽ നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് വരച്ചിടേണ്ടതുണ്ട്. എന്തിനാണ് വരച്ചിടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അത് നമുക്ക് ബസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയുള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരെയാണ് ഇവിടെ നമ്മുടെ തയ്ക്കാനുള്ള സൈഡ് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് സൈഡ് പോകുന്നത്. ഓക്കെ, ഈ സൈഡ് പോകുന്നത്. അപ്പോൾ ഇവിടം വരെയുള്ള അളവ് നമുക്ക് വരുന്നത് ഇവിടെ ബസ് റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റ് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബസ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഷോൾഡർ തൊട്ട് ബസ് പോയിന്റ് വരെ നമുക്ക് കിട്ടിയ അളവ് വന്നിരിക്കുന്നത് 9.5 അതിൻ്റെ കൂടെ മുകളിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റ് എന്ത് വേണം, തയ്ച്ചു പോകും. മുകൾ ഭാഗം ഷോൾഡർ പിടുത്തം വരും. അപ്പോൾ 9.5 + 1/4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പ് അടക്കം. ആ പോയിന്റ് കറക്റ്റ് കണക്കാക്കിയിട്ട് ഒന്ന് വരച്ചു. ഈ ഒരു ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 4 ഭാഗത്തിൻ്റെ അളവ് അതിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു അളവ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ വരച്ച് വെച്ചാൽ മതി. ഈ ഒരു അളവ് ഈ പോയിന്റ് വരെയുള്ള അളവ് എഴുതി വെച്ചാലും മതി. എത്രയാണെന്ന് അറിയാൻ തൊട്ട് ഇവിടം വരെയുള്ള ഇവിടം വരെയുള്ള മതി. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇതിപ്പോൾ ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ഫ്രണ്ട് പാർട്ട് കട്ടിങ്ങും അതുപോലെ സ്ലീവ് കട്ടിങ്ങും അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.